ഹാഡിയസ് 6 മിനിറ്റിൽ 10 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്താലോ. എൻ്റെ മക്കൾ വേഗം വാ, ഇത് നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്നതാണ്. എന്നാൽ നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യം ഈ ഒരു ചിത്രമാണ്. ഈ ഒരു ചിത്രം നോക്കടാ, ഇത് നമ്മുടെ മോഡൽ എക്സാമിന് അല്ല, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇത് നോക്കുന്ന സമയത്ത് എന്തിൻ്റെ ചിത്രമാണ് നമുക്ക് ഇതെന്ന് മനസ്സിലായി. ഇത് അഡ്രീനൽ ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്രന്ഥിയുടെ ചിത്രം. അതിൽ എന്ന് കാണുന്നുണ്ട്, ഇവിടെ ബി എന്ന് കാണുന്നുണ്ട്, എന്ന് കാണുന്നുണ്ട്, ബി എന്ന് കാണുന്നുണ്ട്. നോക്കിക്കോ, വാട്ട് ആർ ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ എ. അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ പാർട്ട് മെഡുലയാണ്, എ എന്ന് പറഞ്ഞാൽ എന്താ കോർട്ടെക്സാ. അപ്പോൾ കോർട്ടെക്സ് ആണല്ലോ, എ എന്ന് പറഞ്ഞാൽ കോർട്ടെക്സാ. കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരെന്താ, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അല്ലേ. നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ അവിടെ പഠിച്ചതാണ്. കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. അതെൻ്റെ മക്കൾ നിർബന്ധമായി പഠിക്കണം. ഇനി അടുത്ത് ഇതിൽ ഏതെങ്കിലും 2 ഹോർമോൺസിന് അതിൻ്റെ ഫങ്ഷൻസ് പഠിക്കാൻ പറഞ്ഞു. നമുക്കറിയാം കോർട്ടിക്കോസ്റ്റീറോയിഡ്സിൽ 3 ഹോർമോണാണ്, കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, ആൻഡ്രോജൻ. അതിൽ 2 എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് കോർട്ടിസോളിനെ കുറിച്ച് പറയാം. മെയിൻറ്റെയിൻ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാറ്റിസ്, അതായത് ഗ്ലൂക്കോസിൻ്റെ ആദ്യ സമസ്ഥിതി നിലനിർത്തുന്നു. രണ്ടാമത്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു, സ്ലോ ഡൗൺ ഇമ്മ്യൂൺ റെസ്പോൺസ്. അതേപോലെ സപ്രസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അടുത്തതാണ് എന്ത്, റെസിസ്റ്റ് ഇൻഫ്ലമേഷൻ ആൻഡ് അലർജി ഓഫ് ദി ബോഡി, അതായത് ശരീരത്തിൻ്റെ വീക്കം, അലർജി എന്നിവ പ്രതിരോധിക്കുന്നു. അങ്ങനെ കോർട്ടിസോളിൻ്റെത് ചോദിക്കുന്ന സമയത്ത് നമുക്കിത് എഴുതാം. ഇനി ആൽഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ എന്താ, ലവണ സന്തുലിതാവസ്ഥ, സാൾട്ട് അല്ലേ, മെയിൻറ്റെയിൻ ദ ഇക്വിലിബ്രിയം ഓഫ് മിനറൽസ് ഇൻ ദി ബോഡി. നമ്മുടെ ബോഡിയിൽ എന്താണ്, മിനറൽസിൻ്റെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ എന്ത്, റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം എന്താവുന്നു, ക്രമീകരിക്കുന്നു. അപ്പോൾ എൻ്റെ മക്കൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. അഡ്രീനൽ ഗ്ലാൻഡിനെ കുറിച്ച് എൻ്റെ മക്കൾ പഠിക്കണം. അതിൽ മെഡുല്ല ഒരു വട്ടം നമ്മളോട് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിൽ എപ്പിനെഫ്രിൻ ഓർ എപ്പിനെഫ്രിനും. ഇപ്പോൾ പറയുന്നത് കോർട്ടെക്സാ. കോർട്ടെക്സിൽ ഈ 3 ഹോർമോൺസിന് പഠിക്കാതെ എക്സാം ആളുകൾ കയറരുത്. ഇനി അടുത്തൊരു ഭാഗമാണ് എൻ്റെ മക്കൾ നോക്കേണ്ടത്. ഈ ഒരു ചിത്രം തരും. ഈ ഒരു ചിത്രം കാണുമ്പോൾ ഏത് ഹോർമോണുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവണം. ഇത് വളർച്ചാ ഹോർമോണ്. ആ ഹോർമോണിൻ്റെ പേരെന്താടാ, സൊമാറ്റോട്രോപ്പിൻ. ഏത് ഹോർമോൺ ചോദിച്ചു, ഇതേതാണ് സൊമാറ്റോട്രോപ്പിൻ. ഇതിൽ സൊമാറ്റോട്രോപ്പിനുമായി ബന്ധപ്പെട്ട കുറച്ചിതാ ഈ ഹോർമോൺ ഏറ്റക്കുറിച്ചിലുണ്ടാകുന്ന വൈകല്യങ്ങൾ ഏതെല്ലാം, അവയുടെ ലക്ഷണങ്ങൾ. അതായത് സൊമാറ്റോട്രോപ്പിനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അതായത് നമ്മൾ വളർച്ചാ കാലഘട്ടത്തിൽ ഗ്രോത്ത് വൈസിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ജൈജാനിസം, ഭീമാകാരത്വം. ഓക്കെ, അപ്പം ഇനി വളർച്ച കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാലോ അതിനെ വിളിക്കുന്ന പേരാണ് ഡ്വാർഫിസം, വാമനത്വം. പക്ഷേ ഇവിടെ പറഞ്ഞത് എന്താണ്, നമ്മളെ അക്രോമെഗാലി അല്ലേ. അക്രോമെഗാലി പറഞ്ഞാൽ എന്താ, ഒരാളെ വളർച്ച കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ഗ്രോത്ത് ഫേസും ഒരാൾക്ക് സൊമാറ്റോട്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ അമിതമായിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, അക്രോമെഗാലി എന്ന് പറയും. നോക്കിക്കോ, ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ് ആഫ്റ്റർ ഗ്രോത്ത് ഫേസ്. വളർച്ച പൂർത്തിയായ ശേഷവും സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്ത്, അക്രോമെഗാലി. അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താടാ, നമ്മളെ കൈപ്പത്തി, കാൽപാദങ്ങൾ, താടിയല്ലി 3 ഭാഗത്തിനാണ്. എവിടെയൊക്കെ എക്സസീവ് പാംസ്, ഫുട്സ് ആൻഡ് ജോഡ്സ്. ഇതിനാണ് എന്താവുക, നല്ല ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇനി എൻ്റെ മക്കൾ നോക്കേണ്ടത് ഈ ഒരു ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫ് നോക്കുന്ന സമയത്ത് ഇവിടെ 180 ഇത് ഗ്ലൂക്കോസിൻ്റെ അളവാണ്. FBS തന്നാണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഗ്ലൂക്കോസിൻ്റെ ആണെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, ഇതിൽ ആർക്കാണ് ഏത് വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ്, ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളത്? അടാ 180 ഇയാൾക്കല്ലേ. ഇയാൾക്ക് 100 ആണ്, ഇയാൾക്ക് എന്താണ് 90 അപ്പോൾ 70. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കില്ല വ്യക്തി ബിക്കാണുള്ളത്. ഇത് പ്രമേഹ രോഗി വ്യക്തി ഏതാണ്, വിശകലനം എങ്ങനെ മനസ്സിലാക്കാം? അതായത് ഇതിൽ ആർക്കാണ് ഇതുള്ളത്, ബിക്കാണ്. വ്യക്തി ബിക്കാണ് എന്തുള്ളത്, നമ്മുടെ ഷുഗർ ഉള്ളത്. അത് പറയാൻ കാരണം എന്താ, ഒരു മനുഷ്യൻ്റെ നോർമൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് 70 to 100 mg per DL. ഇതിന് മുകളിൽ ഈ ഒരു ഗ്യാപ്പിലാണ് ഉണ്ടാവേണ്ടത് ഒരു മനുഷ്യൻ്റെ നോർമൽ ഗ്ലൂക്കോസിൻ്റെ അളവ്. ഇയാളെ നോക്കുന്ന സമയത്ത് ഇയാൾക്ക് 180 കണ്ടോ, ഇയാൾക്ക് 70, ഇയാൾക്ക് 100. ഇന്ന് ഇയാൾക്ക് എന്താണ് കൂടുതലാണ്. അപ്പോൾ ഇയാൾക്ക് എന്താണ്, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ്. ഡയബറ്റിസ് മെലിറ്റസ് അല്ല, ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ് കേട്ടോ. ഇവിടെ ചോദിച്ചത് ഗ്ലൂക്കോസിൻ്റെ അളവ് ആർക്കാണ് ഡയബറ്റിസ് ഉള്ളത് എന്നാണ് ചോദിച്ചത്. ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയബറ്റിസ് എന്താ 126 mg per DL മുകളിലാണെങ്കിൽ FBS, അതിനെ വിളിക്കുന്ന പേരാണ് ഡയബറ്റിസ് മെലിറ്റസ്, അതായത് പ്രമേഹ രോഗം. ഒരു മനുഷ്യന് നോർമൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്ര, 70 to 100 mg per DL. ഡയബറ്റിസ് മെലിറ്റസ് പറഞ്ഞാൽ എൻ്റെ മക്കൾ പറയണം എത്ര, 126 mg per DL മുകളിലാണെങ്കിൽ എന്ത്, ഡയബറ്റിസ് മെലിറ്റസ്. ഇനി രണ്ടാമത് നോക്കി,
ടൈപ്പ് 1 ഇതിൽ ഫർദർ അന്വേഷണത്തിലൂടെ ഇയാൾക്ക് പ്രമേഹം ടൈപ്പ് 1 ആണ് മനസ്സിലായി. അപ്പോൾ ടൈപ്പ് 1 എന്താ, ടൈപ്പ് 2 എന്താണെന്നാണ് ഇവിടെ വിശകലനം ചെയ്യാൻ പറഞ്ഞത്. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ മനസ്സിലാവേണ്ടേ, ഇപ്പോൾ നമുക്ക് പ്രമേഹ രോഗം ഉണ്ടാവാൻ 2 കാരണങ്ങളാണ്. ഒന്നാണ് ടൈപ്പ് 1, ടൈപ്പ് 2. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റപ്ഷൻ ഓഫ് ബീറ്റാ സെൽ, ബീറ്റാ കോശങ്ങളുടെ നാശം മൂലം ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്, ടൈപ്പ് 1. എന്നാൽ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താണോ, ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിൽ. അൺഹെൽത്തി ഡയറ്റ്സ് ഹാബിറ്റ് ലാക്ക് ഓഫ് കോസസ് ദ ഡെവലപ്പ് ടൈപ്പ് 2. യെസ്, ലാക്ക് ഓഫ് എക്സസൈസ് ആർ കോസസ് ടൈപ്പ് 2 ഡയബറ്റീസ് എമംഗ് ചിൽഡ്രൻ. അതായത് ഇപ്പം ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്താണോ, നമ്മളെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനിൽ നിന്നുണ്ടാവുക വേരിയേഷൻ ഉണ്ടാവുക. അതായത് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡിഗ്രീസസ്, ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുക. അതിന് കാരണം എന്താ, എക്സസൈസ് ഇല്ലാതിരിക്കുക, ലാക്ക് ഓഫ് ഡയറ്ററി കൺട്രോൾ, എക്സസൈസ് ഇല്ലാതെ വ്യായാമം ഇല്ലാതിരിക്കുക, ഒരു ഭക്ഷണത്തിലൊരു കൺട്രോൾ ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ടൈപ്പ് 2 ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ, പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ വിധേയമാകുണ്ടാവുക എന്തെങ്കിലും 2 പ്രത്യാഘാതങ്ങൾ എഴുതുക. അതായത് ഒരാൾക്ക് പ്രമേഹമൊന്നും അയാൾ എന്താവില്ല, ഒന്നും മെയിൻ ആക്കുന്നില്ലെങ്കിൽ അയാൾക്കെന്നാ ഒന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ, ഹാർട്ട് ഡിസീസ്, ഹൃദ്രോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, റീനൽ ഡിസീസ്, അയാൾക്ക് എന്ത് വൃക്കാരോഗങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പിന്നെ അതേപോലെ കാഴ്ച വിഷൻ എന്തുണ്ടാവും, പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡയബറ്റിസ് പാൻക്രിയാസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഗ്ലൂക്കോസുമായുള്ള ചോദ്യങ്ങളും എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് പഠിക്കാതെ എക്സാം ഹാളിലേക്ക് എൻ്റെ മക്കൾ കയറരുത്. അപ്പോൾ ഇതിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇന്ന് നമ്മൾ കൃത്യം ഏർക്ക് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും ഫ്രണ്ട്സിനെ കൂട്ടി വാ, അവിടെ വഴിച്ച് നമുക്ക് പൊളിക്കാം.